കാട്ടിലെ മൃഗങ്ങൾക്ക് വിശപ്പടക്കാൻ കല്ലൂർ ബാലൻ തന്റെ 74ാമത്തെ വയസ്സിലും വിശ്രമമില്ലാതെ ഓരോ ദിവസവും ശേഖരിച്ചു നൽകുന്നത് 500ഓളം കിലോ പഴവും പച്ചക്കറികളുമാണ്. അരങ്ങാട്ടിൽ വേലു ബാലകൃഷ്ണൻ എന്ന നാട്ടുകാരുടെ ബാലേട്ടൻ കാട്ടുമൃഗങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറിയും ശേഖരിക്കാനായി അതിരാവിലെ സ്വന്തം ജീപ്പിൽ പുറപ്പെട്ട് 50 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് പച്ചക്കറികളും പഴങ്ങളും ശേഖരിക്കുന്നത്. ബാലേട്ടന്റെ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ കുരങ്ങും മുയലും മയിലും കാട്ടുപന്നികളും കാടിറങ്ങി വരും. രാവിലെ 8 മണിയോടെ സ്വന്തം ജീപ്പിൽ പുറപ്പെടുന്ന ബാലേട്ടൻ 50 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് അയ്യർമല, കിണാവല്ലൂർ, വഴുക്കപ്പാറ, മുണ്ടൂർ, ധോണിമല, വാളയാർ വനമേഖലകളിലെ പക്ഷിമൃഗാദികളെ അന്നമൂട്ടിയും വൃക്ഷത്തൈകൾ തട്ടും തിരിച്ചെത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരിക്കും. 2000-ൽ തുടങ്ങിയതാണ് ഈ ജീവിതചര്യ. 74-ാം വയസ്സിലും അതിന് മാറ്റമില്ല. കേടായി തുടങ്ങിയെങ്കിലും കഴിക്കാവുന്ന ആപ്പിൾ, മാതളം, ഓറഞ്ച്, പേരയ്ക്ക, വാഴപ്പഴം, തണ്ണിമത്തൻ, ചക്ക, പച്ചക്കറികൾ തുടങ്ങിയവ സൗജന്യമായാണ് പാലക്കാട് വലിയ അങ്ങാടി മുതൽ ഒറ്റപ്പാലം വരെയുള്ള മൊത്ത വ്യാപാരികൾ നൽകുന്നത്. പരിചയക്കാർ ജീപ്പിന് ഇന്ധനം നിറയ്ക്കാനുള്ള പണവും നൽകും. രാവിലെ മലകയറ്റവും യോഗയും കഴിഞ്ഞ് 6ഓടെ അന്നം ശേഖരിക്കാൻ ജീപ്പ് എടുത്തിറങ്ങും. തിരിച്ചെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കാട്ടുമൃഗങ്ങളുടെ അരികിലേക്ക്. അരങ്ങാട്ടിൽ വേലു ബാലകൃഷ്ണൻ നാട്ടുകാർക്ക് ബാലേട്ടനാണ്. ഇപ്പോ ഈ കാലഘട്ടങ്ങളിൽ വീട്ടിലേക്ക് വരുന്ന മൃഗങ്ങളെയൊക്കെ ആട്ടി ഓടിക്കുകയാണ്. ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല, വീട്ടിൽ വളർത്തുന്നവർക്ക് പോലും കൊടുക്കുന്നില്ല. അപ്പോ നിങ്ങൾ ഡെയിലി ഇങ്ങനെ വന്നിട്ട് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. സോ അതെന്താണ് അതിനുള്ളൊരു കാരണം? വിശക്കുന്ന ജീവിയെ തീറ്റുന്നതല്ലേ ധർമ്മം. ബുദ്ധഭഗവാൻ പറഞ്ഞിട്ടില്ലേ, കാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ മനുഷ്യൻ തകർത്ത് വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളം കിട്ടാൻ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ വേട്ടയാടി ആനക്കൊമ്പിന് വേണ്ടി, പുലിത്തോലിന് വേണ്ടി, മാംസത്തിന് വേണ്ടി കാട് കത്തി നശിപ്പിച്ച് അങ്ങനെ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാട്ടുജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ ഭക്ഷണവും വെള്ളവും കാട്ടിൻ്റെ അടിവാരത്ത് എത്തിച്ചു കൊടുത്താൽ അവർ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിൻ്റെ ആവാസ വ്യവസ്ഥ തകർക്കാതിരിക്കും. അതിനുവേണ്ടി വീട്ടിൽ വരുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തതിന് ശേഷമാണ് കാട്ടുജീവികൾക്ക് കാട്ടിൻ്റെ അടിവാരത്ത് എത്തിച്ചു കൊടുക്കുന്നത്. ദിവസവും ഇങ്ങനെ കൊടുക്കാറുണ്ട്? ദിവസം കൊടുക്കാറുണ്ട്. അത് പാലക്കാട് മാർക്കറ്റിൽ നിന്ന് പഴങ്ങൾ തരും. നല്ല പഴങ്ങളാണ് തരിക. പഴം പഴുത്തതിയാവുമെന്ന് തോന്നി പറഞ്ഞാൽ കച്ചവടക്കാർ പിടിക്കും. പലട്ട പഴം കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കൊടുത്തുവിടും എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഹോൾസെയിൽ കട, പിന്നെ ഫ്രൂട്ട്സ് കടയുണ്ട്, മുണ്ടൂരിലെ JK ഫ്രൂട്ട്സ്. അതുപോലെ ചെറിയ പുള്ളിക്കുത്ത് ഡാമേജൊക്കെ ഉള്ള പഴങ്ങളാണ് തരുന്നത്. അത് ഫ്രൂട്ട്സ് കടക്കാർ കൊണ്ടുപോകേണ്ടതാണ്. അവരോട് പൈസ വാങ്ങിക്കും, നമ്മളായതുകൊണ്ട് പൈസ വാങ്ങിക്കില്ല. അങ്ങനെയാണ് ഈ പഴങ്ങളൊക്കെ ശേഖരിച്ച് വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്.